ഹായ് ഓൾ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പുഡിംഗ്. ഇതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1-1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാത്രം എടുക്കുക, അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആ വെള്ളത്തോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇത് ഒരു കൈവിടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ബട്ടറും ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം തിളക്കുന്ന ഒരു ടൈം വരെ നമ്മൾ എടുക്കുക. ആ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് തണുത്ത പാലിൽ ഒന്നൊന്ന് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് അതൊന്ന് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3-4 ബ്രെഡ് അരികെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് തന്നെ ഇളക്കുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുക. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് കാരമലൈസ്ഡ് നട്ട്സ് വെച്ചിട്ടാണ്. അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് എപ്പോഴും പുഡിംഗ് സെറ്റ് ചെയ്യുക. ഒരു ഓവർനൈറ്റ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ഐറ്റം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്